ചോദിക്കുന്നു. എടി പിങ്കു, നീ ഒരു സത്യം മനസ്സിലാക്കണം. ഏതൊരു ശത്രുവിനെ വീഴ്ത്താനും എന്റെ പാട്ടിന് കഴിയും. ഈ പാമ്പെന്ന് പറയുന്നത് സംഗീതം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഇരജന്തുവാണ്. സംഗീതം എന്നൊരു ആയുധം എന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ മെനക്കെടണ്ടല്ലോ. എന്നിട്ട് ചേച്ചിയുടെ പാട്ട് കേട്ടിട്ടും പാമ്പറങ്ങി വന്നില്ലല്ലോ. അതാണ് കാര്യം. ഒരു പക്ഷേ ഞാൻ പാടിയത് പുള്ളിക്കാരൻ കേട്ട് കാണില്ല. അല്ലെങ്കിൽ പിന്നെ എന്റെ പാട്ട് കേട്ട് ലയിച്ച് ഉറങ്ങിക്കാണും. അല്ലെങ്കിൽ പിന്നെ ചേച്ചിയുടെ പാട്ട് കേട്ട് പേടിച്ച് ഇറങ്ങിപ്പൊക്കാണ്. പന്തില്ലാത്ത ഗോളിൽ കേറി കോട്ടടിക്കല്ലേ മോളെ. ചേച്ചി നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ചേച്ചിയുടെ സംഗീതമൊക്കെ ശുദ്ധ സംഗീതം അല്ലാത്തോണ്ടായിരിക്കും കളിച്ചാട്ടം ഇറങ്ങി വരാത്തത്. ആ വാവാ സുരേഷ് ഏട്ടനെ വല്ലതും വിളിക്കാൻ നോക്ക്. എന്റെ സംഗീതം ശുദ്ധമാണോ കൃത്രിമമാണോ എന്ന് ഞാൻ നിന്നെ മനസ്സിലാക്കി തരാം. വേറൊന്നും വിചാരിക്കരുത്. ശുദ്ധമാണോ കൃത്രിമമാണോ എന്ന് മനസ്സിലാക്കി തരാമെന്നാണ് പുള്ളിക്കാരത്ത് ഉദ്ദേശിച്ചത്. എന്ത് ചെയ്യാനാ, പല്ല് തേപ്പ് നാക്കുവടി ഒന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനായി പോയതാ. ഞാൻ വീണ്ടും പറയാം, ആന മെലിഞ്ഞ തൊഴുത്തി കെട്ടാം, പക്ഷെ പശു മെലിഞ്ഞ തൊഴുത്തി കെട്ടാൻ പറ്റത്തില്ല. അതായിരിക്കും ചേച്ചി നല്ലത്. പശു മെലിഞ്ഞ പിന്നെ ഒരു കാശിനും കൊള്ളത്തില്ല. അതിനെ കൊണ്ട് കളയുന്നതായിരിക്കും. വെറുതെ തൊഴുത്തിലെ സ്ഥലം കളയണ്ടല്ലോ. അതിനെ പറ്റി നമ്മൾക്ക് കൂലാങ്കഷമായിട്ട് പിന്നെ ആലോചിച്ച് തീരുമാനിക്കാം. എന്തായാലും ഞാൻ ഒരു ഉണർത്തുപാട്ട് കൂടി അങ്ങോട്ട് കാച്ചാം. പുള്ളിക്കാരൻ ചിലപ്പോ കൂർക്കം വലിച്ചോണ ഉറങ്ങുമായിരിക്കും. എന്റെ ഉണർത്തുപാട്ട് കേട്ടങ്ങ് ഉണരട്ടെ. പാമ്പേ വാവാവോ, പൊന്നു പാമ്പേ വാവാവോ, പാമ്പേ വാവാവോ, പൊന്നു പാമ്പേ വാവാവോ. പട്ടിയും വിരിച്ച് ബിക്കുന്റെ അടുത്ത് വായോ പാമ്പാമ്പേ, വായോ പാമ്പാമ്പേ. ഇനി കേൾവി ശക്തി ഇല്ലാത്ത ആളുവല്ലവാണോ ഇതിനകത്ത് ഇരിക്കുന്നേ? ഇനി സുരേഷേട്ടൻ ഒരു വയവും കൂടി വരേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഓ ഷിറ്റ്. ചേച്ചി, ഉണർത്തുപാട്ടും ഉറക്കപ്പാട്ടും ഒന്നും ഏൽക്കുന്നില്ലല്ലോ. എന്ത് ചെയ്യും? ഞാനൊരു പാട്ട് പാടിയാലോ? വേണ്ട വേണ്ട വേണ്ട. ഇങ്ങനെ മാറ്റി പൊളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ചേച്ചി. രണ്ട് പൊടിക്കുഞ്ഞുങ്ങളുള്ള വീടാ. എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യേ. നിനക്കെന്താ ചെയ്താലേ? നീ വീട്ടിലല്ലോ. കുറച്ച് ഉത്തരവാദിത്തം നീയും കൂടി ചെയ്തേ പറ്റത്തുള്ളൂ. ചേച്ചിയല്ലേ പറഞ്ഞത് ചേച്ചിയുടെ സംഗീതം കൊണ്ട് എല്ലാം അങ്ങ് നടക്കുമെന്ന്. എന്തെങ്കിലും പറഞ്ഞ അതിനെ കുറച്ച് തൂങ്ങിയൊന്ന് നിന്നോ. അല്ല, ഇതിപ്പോ ഏത് ഇനവാ? ചെറുതാണോ വലുതാണോ? വിഷമുള്ള വല്ല ഇനമാണോ എന്ന് ആർക്കറിയാം. അതിപ്പോ ഞാൻ കണ്ടില്ലല്ലോ ചേച്ചി. ഞാൻ കണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് പറയായിരുന്നു. പാമ്പിനെ കുറിച്ച് പറഞ്ഞത് നീ അല്ലോടി. ഞാൻ ഇവിടെ നിന്നപ്പോ പാമ്പ് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞത്. ഇതിനകത്ത് പാമ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ അത് ഇപ്പോഴല്ലല്ലോ. നാളെ ഇവിടെ ജോലി നടക്കുമ്പോ ഇതിനകത്ത് കുഞ്ഞു പാമ്പുണ്ടായിരുന്നു. ഇതിനകത്ത് പാമ്പ് ഉണ്ടെന്ന് മാത്രമല്ലേടി നീ എന്റെ അടുത്ത് പറഞ്ഞത്. അതിപ്പോ ഞാൻ നോക്കിയപ്പോ ചേച്ചി ഇവിടെ മാന്തി പൊളിക്കുന്നു. അപ്പൊ ഞാൻ അന്നത്തെ കാര്യം ഉദ്ദേശിച്ച്